പാരീസിൻ്റെ കുറച്ച് ഔട്ടറിലായിട്ടുള്ള ഒരു ഫാമിലാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ ആപ്പിൾ ഫാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെളിയിലോട്ട് വേണ്ട ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. നമ്മൾ വന്നിട്ട് ഹലവിൻ്റെ ടൈമിലായിരുന്നു. അപ്പോൾ പംകിൻ ഹാർവെസ്റ്റും അതിൻ്റെ കാർവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ. നമുക്കിഷ്ടമുള്ള പംകിൻ ചൂസ് ചെയ്തിട്ട് നമുക്കത് ഹലവിന് വേണ്ടിയിട്ട് നമ്മളത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രോഗ്രാം പോലെയായിരുന്നു. പിന്നെ ഈ ഫാമിൽ ഒത്തിരി ആനിമൽസ് ഉണ്ട്. നമ്മുടെ ചെമ്മരിയാട് പോലത്തെ ആടുകളും കുതിര അങ്ങനെയുള്ള കുറേ ആനിമലിൻ്റെ ഫാമും ഉണ്ട് ഇവിടെ. നമുക്കിതെല്ലാം വിസിറ്റ് ചെയ്യാം. ഇത് പെയ്ഡാണ്. പക്ഷെ നമ്മൾ പോയ ആപ്പിൾ ഫാം വന്നിട്ട് ഫ്രീ ആണ്. നമ്മൾ സെൻറ്റ് ജർമ്മൻ ഇൻലൈൻ പോയിട്ട് ട്രാം 13 എടുത്തിട്ടാണ് പോയത്. ഈ ഒരു ഫാമിലാണ് നമ്മളിന്ന് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ രാവിലെ തന്നെ ഇറങ്ങി ആപ്പിൾ ഫാം വിസിറ്റ് ചെയ്യണം. പിന്നെ അവിടെ തന്നെ അത്യാവശ്യം സമയം ഉണ്ടെങ്കിൽ എല്ലാ വെജിറ്റബിൾസിൻ്റെയും സെഷനിൽ പോയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പംകിൻ്റെ ഹാർവെസ്റ്റിന് പോകണം. അതിനുശേഷം ആനിമൽസിനെയും കാണാൻ പോകണം. അതുകൊണ്ട് നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോകുന്നത്. ബസ്സിൽ പോയിട്ട് പിന്നെ അവിടുന്ന് ട്രെയിനിലാണ് പോകുന്നത് സെൻറ്റ് ജർമ്മൻ ലൈനിൽ. അത്യാവശ്യം ഇന്ന് സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സാറ്റർഡേ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ സൺഡേ മോർണിംഗിൽ വലിയ ക്രൗഡൊന്നും ഉണ്ടാകത്തില്ല. എല്ലാവരും ഒരു 11 മണി 12 മണിയൊക്കെ ആവും. ട്രെയിനൊക്കെ ഒത്തിരി സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അധികം തിരക്കോ ബഹളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ട്രാമിലാണ് പോകുന്നത്. ട്രാം T13 പോകുന്നത് കേട്ടോ. നമ്മൾ ട്രാമിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ട്രാം മിസ്സായി. പിന്നെ കുറച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു അടുത്ത ട്രാം. പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ആ ടൈമിൽ നമ്മൾ ഫുഡും കഴിച്ചു. നമ്മളെ സാൻഡ്വിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ അതും കഴിച്ചിട്ട് നമ്മൾ പോയി ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ഉണ്ട് ഈ ഒരു സ്റ്റോപ്പിൽ നിന്ന് കേട്ടോ നമ്മൾ ട്രാം എടുത്തത്. നല്ല ഓട്ടം സീസൺ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങോട്ടൊക്കെ വലിയ വീടോ തിരക്കോ ഒന്നുമില്ല. നല്ല ഭംഗിയുള്ള കുറേ ഫാമുകളും ഇതുപോലെയുള്ള കുറേ മരങ്ങളും ഒരു കാട് പോലെ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയൊക്കെ തോന്നും നമുക്ക് ട്രാമിലിരിക്കുമ്പോഴത്തേക്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഈ സ്റ്റോപ്പിലാട്ടോ ഇറങ്ങിയത്. അവിടെ ആ കാണുന്നതാണ് വേഴ്സായി പാലസ്. അതിൻ്റെ സൈഡ് കാണാൻ പറ്റും നമുക്ക്. ഇതാണ് നമ്മുടെ ഫാമിൻ്റെ നമ്മളെ ഫസ്റ്റ് ഫാമിൻ്റെ ഫ്രണ്ടാണിത്. നമ്മൾ ഫസ്റ്റ് ആപ്പിൾ ഫാമിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് കയറിയില്ല. ഇവിടുന്ന് നേരെ നടന്നിട്ട് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ബസ്സുണ്ട്. ബസ് ഭയങ്കര റെയറാണ്. നമ്മളൊരു അരമണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. നിന്നെങ്കിൽ തന്നെ ബസ്സിൻ്റെ സ്റ്റോപ്പ് നമ്മളുടെ ഫാമിൻ്റെ അവിടെ നിന്ന് പിന്നെയും ഒത്തിരി നടക്കണം. ബാക്കോട്ട് നടക്കേണ്ടി വരും. അപ്പം അതിലും ഭേദം ഇവിടുന്ന് നടന്ന് ഡയറക്റ്റ് ഫാമിലോട്ട് പോകുന്നതാണ്. നമ്മളിവിടുന്ന് നടന്നു പോകും. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമറ്റ് നല്ലതായിരുന്നു. കാണാനും നല്ല രസമുള്ള കാരണം നമ്മൾ പതിയെ നടന്നു. 1 കിലോമീറ്ററിലധികം നടക്കാനുണ്ട് ഇവിടുന്ന് ഫാമിലോട്ട്, ആപ്പിൾ ഫാമിലോട്ട്. നമ്മൾ കാറിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആപ്പിൾ ഫാമിൽ പോയിട്ടെല്ലാം പച്ചക്കറികളും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് ഈ ആനിമൽ ഫാമിലോട്ട് വരാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ആപ്പിൾ ഫാം എന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. വലിയൊരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ. നമുക്ക് കുറേ വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒത്തിരി വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇവിടുന്ന് ട്രോളി എടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് വന്നിട്ട് ബില്ലടിക്കേണ്ടത്. അവിടെ ക്യൂ നമ്മൾ ബില്ലടിക്കുക. ഇവിടെ പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ളതും അല്ലാതെ ഓർഗാനിക് ആയിട്ടുള്ള വേറെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വൈൻ, ആപ്പിൾ ജ്യൂസ്, ഹണി അതൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പംകിൻ ഫെസ്റ്റിൻ്റെ സീസൺ ആയത് കാരണം ഇവിടെ ഫുള്ള് അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ളും വെജിറ്റബിൾസ്. ആൾക്കാർ ഇങ്ങനെ ഇതിനകത്ത് നിറയെ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വാഷ്റൂം ഉണ്ട്. വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മൾ നേരെ ആപ്പിളിൻ്റെ സെഷനിലോട്ടാണ് പോകുന്നത്. ബിക്കോസ് ഫസ്റ്റ് നമുക്ക് അത് വാങ്ങിക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്, ആപ്പിൾ വാങ്ങിക്കാൻ. ഇവിടെ അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ല. വലിയൊരു ഫാമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 6 മണിക്ക് അടയ്ക്കും. അപ്പം അതിന് മുന്നേ ആയിട്ട് വരിക. അത്യാവശ്യം കുറേ നടന്ന് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ വന്നാൽ അത്രയും നല്ലതായിരിക്കും. ആപ്പിൾ നല്ല മധുരമുള്ള ആപ്പിളായിരുന്നു കേട്ടോ. നമ്മൾ നേരെ ആപ്പിളിൻ്റെ അങ്ങോട്ടാണ് പോയത്. ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട്. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കുറേ ആവശ്യമുള്ള ആപ്പിളും പറിച്ചു. റേറ്റ് ഏകദേശം സിമിലർ തന്നെയാണ്. നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതും ഇവിടുത്തെ റേറ്റും ഒക്കെ ഏകദേശം സിമിലറാണ്. പിന്നെ നമുക്ക് ഒത്തിരി ഇവിടുന്ന് കഴിക്കാൻ പറ്റും. കിലോയ്ക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഭയങ്കര റേറ്റ് കുറവൊന്നുമല്ല. പക്ഷെ ഒത്തിരി താഴെ ഇങ്ങനെ പൊഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു.
നമുക്ക് ഈ ബോക്സ് ഇത് ഈവിൻ്റെ ഫ്രണ്ട് നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബോക്സും കവറുകളും എല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നമുക്ക് എടുക്കാം. അതിൽ നമ്മൾ ഒത്തിരി വെജിറ്റബിൾസ് എടുത്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ട്രോളി പോലത്തെ സാധനം നമ്മൾ അവിടുത്തെ ഫ്രണ്ടിൽ തന്നെ എടുക്കാം. മെയിനായിട്ട് കാറിൽ വന്നായിരിക്കും നല്ലത്. ഇതെല്ലാം തൂക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാറിലൊക്കെ വരുന്നവർക്ക് ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുണ്ടാകും. പിന്നെ സ്ട്രോബെറി സീസണൊക്കെ ആകുമ്പം ഒത്തിരി സ്ട്രോബെറി ഒക്കെ ഉണ്ടാവും. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അത് കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മുടെ ഹാലോവിൻ ഫെസ്റ്റ് നടക്കുന്നിടത്തോട്ടാണ് വന്നത്. ഹാലോവിൻ്റെ കുറേ ഡെക്കറേഷനും ഇത് പക്ഷേ പെയ്ഡാണ്. ഇതിനകത്ത് ആണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും 2 പേർക്കും നമ്മൾ ടിക്കറ്റ് എടുക്കണം. പിന്നെ ഇതിനകത്ത് പംകിൻ നമുക്ക് കാർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ഇതെല്ലാ വർഷവും ഈ ഒരു ടൈമിൽ ഇവിടെ നടക്കാറുണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ നമുക്ക് ഡേറ്റ് അറിയാൻ പറ്റും. എല്ലാ വർഷവും നടക്കാറുള്ളതാണ്. പിന്നെ ഇവിടെ കുറേ അലവിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പഴയൊരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ആനിമൽസിൻ്റെയൊക്കെ ഫാം ഉള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പംകിൻ ഇവിടുന്ന് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ഇത് കാർവ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കും. നമ്മളെ ഹെൽപ്പ് ചെയ്യും അവർ. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ അവർ നമുക്ക് മുറിച്ച് തരും. എന്നിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. മെയിനായിട്ട് പിള്ളേരാണ്. ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇത് കട്ട് ചെയ്യാനും പിന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് വരച്ച് തരാനൊക്കെ. നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്കത് കാണിക്കുകയാണെങ്കിൽ അവർ അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് തരും. എന്തായിരുന്നു നമ്മളെടുത്ത പംകിൻ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ഫ്രീ ആണ്. വലിയ കുട്ടികൾക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഈ പംകിൻ എടുക്കുന്നതിനും നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും. പിന്നെ ഇതിനകത്ത് തന്നെ ചെറിയൊരു ബേക്കറി പോലെയുണ്ട്. നമുക്കവിടെ ക്രോസോൺ ഹോട്ട് ചോക്ലേറ്റ് അങ്ങനെയുള്ളതൊക്കെ കിട്ടും അത്യാവശ്യം. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. വേറെ ഷോപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നാൽ നല്ലതായിരിക്കും. ചെറിയ ചായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഒത്തിരി അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊന്നെങ്കിൽ ഇതിനകത്തിരുന്നിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പുറത്ത് ഇതുപോലെ ടെൻ്റൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നും നമുക്കിത് ഈ പംകിൻ വന്നിട്ട് നമുക്ക് കാർവ് ചെയ്യാൻ പറ്റും. ഒത്തിരി ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഫാം വരുന്നത്. നമ്മൾ കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നേരെ ബാക്കോട്ട് പോയി. ഇവിടെ ഈ ഫാമിൻ്റെ എൻട്രൻസ് ഇട്ടാണ് കേട്ടോ. അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒത്തിരി പാർക്കിങ്ങും കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഷോപ്പാണ്. അവിടെ നമുക്ക് ഒത്തിരി ഹോം മെയ്ഡ് ഓർഗാനിക് ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ കയറി വരുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഇവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളൊരു ബോർഡ് ഉണ്ടാവും. നമ്മൾ ഇവിടെ ആനിമൽസിനെ കാണാനാണ് പോകുന്നത്. എൻ്റെ നേരെ പോകുന്നിടത്താണ് മറ്റേ പംകിൻ ഫെസ്റ്റും അതിൻ്റെ ഹാർവെസ്റ്റൊക്കെ നടക്കുന്നത്. നമ്മൾ നേരെ ലെഫ്റ്റിലോട്ട് പോയി ഇവിടെയാണ് ആനിമൽ ഫാം ഉള്ളത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഈ ആനിമൽസിനെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ടിക്കറ്റ് എടുക്കാം. 3 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല. അത് ഫ്രീ ആണ്. కొంచెం మిల్క్ వేణు ఓకే ఓకే